ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ പേര് പോലെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഉടനീളം നോക്കാൻ പോകുന്നത് ഒലിവർ ക്രോംവെലിന്റെ ഭരണം എങ്ങനെയായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഒലിവർ ക്രോംവെൽ ഒരിക്കലും ആരല്ല, രാജാവായിട്ട് ഇന്നേ വരെ ഇംഗ്ലണ്ടിൽ ഭരണം അങ്ങനെയല്ല അദ്ദേഹം ഭരിച്ചിരുന്നത്. രാജാവായിട്ടല്ല, പകരം ഒരു പ്രൊട്ടക്ടർ ആയിട്ടാണ് ഒലിവർ ക്രോംവെൽ ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിച്ചത്. ഓക്കെ, സോ ഒലിവർ ക്രോംവെലിന്റെ ഓരോ സ്റ്റോറീസും അതേപോലെ തന്നെ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന ഇൻഫ്ലുവൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ നോക്കിയിരുന്നു അതായത് എങ്ങനെയാണ് സിവിൽ വാർ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്, പാർലമെന്റും രാജാവും ചാൾസ് ഒന്നാമനും തമ്മിലുള്ള കലഹം എങ്ങനെയായിരുന്നു, തർക്കങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെ, അവർ തമ്മിലുള്ള യുദ്ധം എങ്ങനെയായിരുന്നു അല്ലെ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം സിവിൽ വാറോടുകൂടി ഇംഗ്ലണ്ടിലേക്ക് അല്ലെ, സിവിൽ വാറോടുകൂടി ഇംഗ്ലണ്ടിനെ മുഴുവനായിട്ടും അല്ലെ മിലിറ്ററി നയിക്കുന്ന ഒരു വ്യക്തിയായി മാറിയ ആര്, ഒലിവർ ക്രോംവെൽ. മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത് അതായത് ഒലിവർ ക്രോംവെൽ പിന്നീട് എങ്ങനെയാണ് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇംഗ്ലണ്ടിൽ സിവിൽ വാറിന് ശേഷം ഇംഗ്ലണ്ടിൽ ഒരു ആക്ട് അഥവാ ഒരു സിസ്റ്റം പുതിയതായിട്ട് രൂപം കൊള്ളുകയാണ്. ആ സിസ്റ്റത്തിന്റെ പേരാണ് കോമൺവെൽത്ത്. ഓക്കെ, കോമൺവെൽത്ത്. ഈ കോമൺവെൽത്ത് എന്ന് പറഞ്ഞ സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നത് ആരാണ്? റംപ് പാർലമെന്റ്. ആരാണ് ഈ റംപ് പാർലമെന്റ്? ഇതുവരെയും ഹിസ്റ്ററി ക്ലാസ്സിൽ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഭയപ്പെടേണ്ട. അതായത് ലോങ് പാർലമെന്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? റംപ് പാർലമെന്റ്. ഓക്കെ, ലോങ് പാർലമെന്റിന്റെ മറ്റൊരു പേരാണ് റംപ് പാർലമെന്റ്. ഈ റംപ് പാർലമെന്റ് എന്നായിരിക്കും ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്ന വാക്ക്. ഓക്കെ, സോ നോക്കാം. റംപ് പാർലമെന്റ് ഇംഗ്ലണ്ടിൽ നിലവിൽ കൊണ്ടുവന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺവെൽത്ത്. ഓക്കെ, ഈ കോമൺവെൽത്ത് എന്ന സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ പവർ ആരുടെയൊക്കെ മുകളിലുണ്ട് എന്നാണ്? അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ മുകളിലും അതേപോലെ തന്നെ റംപ് പാർലമെന്റിന്റെ മുകളിലും അതേപോലെ തന്നെ ആർമി മിലിറ്ററിയുടെ മുകളിലും ആർക്ക് അവകാശമുണ്ട്? ഗവൺമെന്റിന് അവകാശമുണ്ട് എന്നാണ് ആര് സ്റ്റേറ്റ് ചെയ്യുന്നത്? കോമൺവെൽത്ത് സിസ്റ്റത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. അതായത് ഗവൺമെന്റിന്റെ ആ ഒരു ആധിപത്യം ആരുടെ മുകളിലെല്ലാം ഉണ്ടാകും? കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ മുകളിൽ ഉണ്ടാകും, റംപ് പാർലമെന്റിന്റെ മുകളിൽ ഉണ്ടാകും, അതേപോലെ തന്നെ ആർമി മിലിറ്ററികളുടെ മുകളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുവരെയും മിലിറ്ററി അതായത് ഗവൺമെന്റിന്റെ ആധിപത്യം മിലിറ്ററിയുടെ മുകളിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആർമിന്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കോമൺവെൽത്തിന്റെ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി എന്തായി? മിലിറ്ററിയും ഇതിന്റെ അണ്ടറില് പെട്ടു. ഓക്കെ, മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒലിവർ ക്രോംവെൽ തന്റെ മിലിറ്ററി സർവീസിൽ തന്റെ ആധിപത്യം അല്ലെങ്കിൽ അത്രയും എക്സലന്റ് പെർഫോമൻസ് കാരണം ഈ ഒലിവർ ക്രോംവെൽ തന്നെ ആയിരുന്നു അതായത് മിലിറ്ററിന്റെ ലീഡറും അതേപോലെ തന്നെ ഈ പാർലമെന്റേറ്റേഴ്സിന്റെ ഇടയിലുള്ള ഒരു ലീഡറായി മാറിയ ആര്? ഒലിവർ ക്രോംവെൽ. മനസ്സിലായല്ലോ? സോ പാർലമെന്റിന്റെ ലീഡറായി മാറുകയാണ് ആര് ചെയ്യുന്നത്? ഒലിവർ ക്രോംവെൽ. ഓക്കെ, തന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് അല്ലെ, തന്റെ ധീരമായ പെർഫോമൻസ് കണ്ടിട്ടാവണം പാർലമെന്റേഴ്സിന്റെ ഇടയിൽ ആര് ലീഡറായി മാറിയത്? ഒലിവർ ക്രോംവെൽ. മനസ്സിലായല്ലോ? സോ നമുക്കിനി നോക്കാം. അതായത് ഒലിവർ ക്രോംവെൽ പിന്നീട് അങ്ങോട്ട് ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ വിളിക്കപ്പെടുകയാണ്. എപ്പോ? 1653 കാലഘട്ടത്തിലെ ഡിസംബർ
മാസത്തിലാണ് ഒലിവർ ക്രോംവെൽക്ക് ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദവി വരുന്നത്? എന്താണ്? ദി ലോർഡ് പ്രൊട്ടക്ടർ. അങ്ങനെ വിളിക്കാൻ എന്താ കാരണം? അതായത് ഇദ്ദേഹം വളരെ നല്ല രീതിക്ക് തന്നെയായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇംഗ്ലണ്ടിലെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തത്? കൊണ്ടുപോയത്. മനസ്സിലായല്ലോ? സോ അത്രയും നല്ല രീതിക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും മറ്റുള്ള റിലീജിയസ് മതപരമായ കാര്യങ്ങളെയും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? കൈകാര്യം ചെയ്തു. അതായത് ഇംഗ്ലണ്ട് ഭരണം കണ്ടതിൽ വെച്ചിട്ട് വളരെ നല്ല രീതിക്ക് തന്നെയായിരുന്നു ഇദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇനി നമുക്ക് നോക്കാം, ഇംഗ്ലണ്ടിലെ തന്നെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയാണ്. അതായത് 1653 കാലഘട്ടത്ത് ജോൺ ലാംബർട്ട് നിലവിൽ കൊണ്ടുവരികയാണ്. എന്തിനെ? ഈ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനെന്താ നമ്മൾ വിളിക്കുക? ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ, സോ നോക്കാം, ഈ ഇൻസ്ട്രുമെന്റ് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അതായത് ഇംഗ്ലണ്ടിന് എന്തിനെ വേണം? ഒരു പ്രൊട്ടക്ടറിനെ വേണം, അതേപോലെ തന്നെ ഒരു കൗൺസിൽ ഓഫ് സ്റ്റേറ്റും വേണം, അതേപോലെ തന്നെ ഒരു പാർലമെന്റും വേണം. ഈ പാർലമെന്റ് എങ്ങനെയായിരിക്കണം? 3 വർഷങ്ങൾ കൂടുമ്പോൾ ഇലക്ട് ചെയ്തു വരുന്ന ഒരു പാർലമെന്റ് ആകണം. മനസ്സിലായല്ലോ? ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടങ്ങിയത്. എന്തൊക്കെ വേണം? ഒരു പ്രൊട്ടക്ടർ വേണം, a council of state വേണം, അതേപോലെ തന്നെ ഒരു പാർലമെന്റും വേണം. ഈ പാർലമെന്റ് ഓരോ 3 വർഷം കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതായിരുന്നു അതിൽ പറഞ്ഞത്. പ്രൊട്ടക്ടർ ആയിട്ട് ആര് തന്നെയായിരുന്നു നിലവിൽ വന്നത്? ഒലിവർ ക്രോംവെൽ. തീർച്ചയായിട്ടും ഒലിവർ ക്രോംവെൽ തന്നെയായിരുന്നു വന്നത്. മാത്രമല്ല അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് സ്റ്റേറ്റും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല നമുക്ക് നോക്കാം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒലിവർ ക്രോംവെൽ വളരെ നല്ല രീതിക്കായിരുന്നു പിന്നീട് ഇംഗ്ലണ്ടിലെ ഓരോ കാര്യങ്ങളും ഇദ്ദേഹം ഇടപെട്ട് നന്നാക്കിയത്. ഓക്കെ, ഇതോടുകൂടി തന്നെ ജനങ്ങൾ ഈവൻ കോമൺ പീപ്പിൾ അടക്കം എന്താഗ്രഹിച്ചു? ഒലിവർ ക്രോംവെൽ തന്റെ രാജാവായിട്ട് വരണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു. അങ്ങനെ അത്രയും നല്ല രീതിക്കായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു? ഇല്ല, അതൊക്കെ നിഷേധിച്ചു. ഞാൻ രാജാവാവില്ല, നിഷേധിച്ചു. ഞാൻ പ്രൊട്ടക്ടർ ആയിട്ട് തന്നെ ഞാൻ നിലകൊണ്ടോളാം എന്ന് ആര് പറഞ്ഞു? ഒലിവർ ക്രോംവെൽ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയത്. ഇനി നമുക്ക് നോക്കാം, 1658 ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ റിച്ചാർഡ് ക്രോംവെൽ എന്തിൽ വരികയാണ്? ഈ സ്ഥാനത്തോട്ട്, പ്രൊട്ടക്ടർ എന്ന സ്ഥാനത്തോട്ട് റിച്ചാർഡ് ക്രോംവെൽ വരികയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒലിവർ ക്രോംവെൽ തന്റെ അച്ഛനെ പോലെ വളരെ നല്ല ഒരു പെർഫോമൻസ് ഒന്നുമല്ല റിച്ചാർഡ് ക്രോംവെലിന് കാണിക്കുക. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിനെ കൊണ്ട് നടക്കില്ല, ഞാൻ തോറ്റുപോയി, അതായത് ഞാൻ തോറ്റു പിന്മാറുകയാണ് എന്നുള്ള മട്ടിൽ നിർബന്ധിതനായി ക്വിറ്റ് ചെയ്യേണ്ടി വന്നു? റിച്ചാർഡ് ക്രോംവെല് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങോട്ടൊരു ചോദ്യചിഹ്നമായിരുന്നു അല്ലെ, ആരാകും ഈ പ്രൊട്ടക്ടർ എന്ന്. അപ്പോഴാണ് സ്കോട്ട്ലാൻഡിലുള്ള ഒരു വളരെ വലിയ മിലിറ്ററി സീനിയർ ഓഫീസർ ആയിട്ടുള്ള ജോർജ് മോണ്ട് എന്ന ഒരു വ്യക്തി മുൻപോട്ട് വരുന്നത്. ഓക്കെ, അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ സർവീസ് എക്സ്പീരിയൻസും എല്ലാം കണക്കിൽ കൂട്ടിയിട്ട് തന്നെ ഇദ്ദേഹത്തെ എന്താക്കി? പ്രൊട്ടക്ടർ എന്നുള്ള ഒലിവർ ക്രോംവെലിന്റെ സ്ഥാനത്തിലേക്ക് വരുത്തുകയും പിന്നീട് ഈ ജോർജ് മോണ്ട് എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോൾ നിലവിൽ തന്റെ രാജ്യത്തുള്ള ചില കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ ആര് തന്നെ വരണം? ഫ്രാൻസിലേക്ക് ഒളിച്ചോടിപ്പോയ ചാൾസ് രണ്ടാമൻ തന്നെ വരണം, രാജാവായിട്ട് വരണം എന്ന് ആര് കണ്ടുപിടിക്കുകയാണ്? ജോർജ് മോണ്ട് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, പിന്നീട് അതങ്ങോട്ട് എന്താണ്? പിന്നീട് അങ്ങോട്ട് ചാൾസ് രണ്ടാമനെ ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വാഴിക്കാൻ തുടങ്ങി. മനസ്സിലായി? ആരാണ് ചാൾസ് രണ്ടാമൻ? ആൾക്ക് എന്താണ് ഫ്രാൻസിൽ കാര്യം എന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ സിവിൽ വാർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, കാണാത്തവരെ അത് പോയി കാണാം. ഓക്കെ, സോ നമുക്ക് നോക്കാം, പിന്നീട് അങ്ങോട്ട് ചാൾസ് രണ്ടാമൻ ഈ ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട് ഭരണം ഏറ്റെടുക്കുമ്പോൾ അതാണ് പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസ്റ്റോറേഷൻ റൂൾ എന്ന് വിളിക്കുന്നത്, അഥവാ റെസ്റ്റോറേഷൻ പീരിയഡ് അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ റൂൾ എന്നൊക്കെ വിളിക്കുന്നത് ചാൾസ് രണ്ടാമന്റെ കാലഘട്ടം മുതൽ അങ്ങോട്ട്
ഉദ്ദേശിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ റെസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇംഗ്ലണ്ടിൽ ചാൾസ് രണ്ടാമൻ, ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിലോട്ട് വന്ന് ചാൾസ് രണ്ടാമൻ ഭരണം ആരംഭിക്കുകയും എവിടെയാണോ ചാൾസ് രണ്ടാമൻ തന്റെ ഭരണം ആരംഭിച്ചതും അതേ സമയം തന്നെയാണ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ത് ചെയ്തത്, തരിപ്പണമായത്. ഓക്കെ, കോമൺവെൽത്ത് എന്ന് പറഞ്ഞ സിസ്റ്റം ഡീക്ലൈൻ ആയിപ്പോയി, നശിച്ചുപോയി. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി സ്ട്രിക്റ്റ് ആംഗ്ലിക്കൻ ഓർത്തഡോക്സ് ആണ്, അഥവാ ആ ഒരു തരത്തിലുള്ള പ്രാക്ടീസുകൾ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആരംഭിക്കാം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർത്തഡോക്സി ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകളൊക്കെ പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ തുടങ്ങി. ഇനി നമുക്ക് നോക്കാം, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാൾസ് രണ്ടാമൻ ഫ്രാൻസിൽ നിന്നും ഇങ്ങോട്ട് വരികയും തിരിച്ചു വരികയും ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഭരണം ഏറ്റെടുക്കുകയുമാണ് ഇദ്ദേഹം ചാൾസ് രണ്ടാമൻ ചെയ്തത്, അല്ലെ. സോ നമുക്ക് നോക്കാം, ഇദ്ദേഹത്തിന്റെ ഈ പവർ ഉണ്ടല്ലോ, ഈ അധികാരം, ഈ തിരിച്ചു കിട്ടിയ അധികാരം, അല്ലെ, അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, റെസ്റ്റോറേഷൻ, അല്ലെ. റെസ്റ്റോറേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെയാണ്, അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ കാലഘട്ടം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിനെ തന്നെയാണ്. മനസ്സിലായല്ലോ. സോ നമുക്ക് നോക്കാം, ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി ആംഗ്ലിക്കൻ ചർച്ച്, അല്ലെ, അതായത് ആംഗ്ലിക്കൻ ചർച്ചിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തത്, ഭരണം നടത്തി. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്ലെ, ആംഗ്ലിക്കൻ ഓർത്തഡോക്സി ഒരുപാട് കാണാൻ സാധിച്ച ഒരു ഭരണകാലമായിരുന്നു ആരുടേത്, ചാൾസ് രണ്ടാമന്റേത്, അല്ലെ. നമുക്ക് നോക്കാം, ഇദ്ദേഹം പോർച്ചുഗലിലെ ഒരു പ്രിൻസസിനെ, പ്രിൻസസ് കാത്തറിൻ, അവരെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, 1662 ഇദ്ദേഹം വിവാഹം ചെയ്യുകയാണ്. മനസ്സിലായല്ലോ. പക്ഷെ വിവാഹം ചെയ്തെങ്കിൽ പോലും ഇദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു ഭാഗ്യം ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല, കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ. അങ്ങനെ ഇദ്ദേഹം 1685 AD കാലഘട്ടത്തിൽ ഇദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. സോ നമുക്കറിയാം ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്ത് ഒരുപാട് ലിറ്ററേച്ചറിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ ആ ഒരു ലിറ്ററേച്ചറുടെ ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോക്കാം ഇവിടെ ഇനി ചാൾസ് രണ്ടാമന്റെ ഭരണശേഷം ഇംഗ്ലണ്ടിന്റെ കിരീടത്തിന് അവകാശിയായത് ആരാണ്, അതായത് ജെയിംസ് രണ്ടാമൻ. ഓക്കെ, ആരാണ് ഈ ജെയിംസ് രണ്ടാമൻ? അതായത് ഈ ചാൾസ് രണ്ടാമന്റെ ബ്രദർ ആണ് ആര്, ജെയിംസ് രണ്ടാമൻ. സോ ഈ ചാൾസ് രണ്ടാമന്റെ മരണത്തോടുകൂടി ജെയിംസ് രണ്ടാമൻ ഭരണം കയ്യേറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം, ജെയിംസ് രണ്ടാമൻ ഭരണം ഏറ്റെടുക്കുന്ന കാലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ആരാണ്, നമ്മുടെ കാത്തലിക്സും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ്സും എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് ഭയങ്കര ഒരു സമ്മർദ്ദത്തിൽ, ഈ രണ്ടു കൂട്ടരും ഭയങ്കര സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തായിരുന്നു ജെയിംസ് രണ്ടാമൻ ഭരണത്തിൽ വന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഇദ്ദേഹം എന്ത് ചെയ്തു, കാത്തലിക് ചർച്ചിന്റെ ഭാഗത്ത് ഇദ്ദേഹം ജോയിൻ ചെയ്തു. ഓക്കെ, മാത്രമല്ല ആംഗ്ലിക്കൻ സർവീസ് ഒക്കെ കാത്തലിക് ചർച്ചിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുമ്പോൾ പോലും ആംഗ്ലിക്കൻ സർവീസുകളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, തന്റെ എൽഡർ ഡോട്ടറായ, തന്റെ മകളായ മേരി എന്ന് പറഞ്ഞ തന്റെ മകളെ ഒരു പ്രൊട്ടസ്റ്റന്റ് ആയ വില്യം ഓഫ് ഓറഞ്ച്, വില്യത്തിന് ഇദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. മനസ്സിലായോ? അതായത് ഈ ജെയിംസ് രണ്ടാമൻ തന്റെ മകളെ, ഇദ്ദേഹം കാത്തലിക് ആണല്ലോ അല്ലെ, ഇദ്ദേഹം തന്റെ മകളായ മേരിയെ വില്യം എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ. പിന്നെ നോക്കാം, ഇതെല്ലാം തന്നെ പാർലമെന്റിനും അതേപോലെ തന്നെ കിരീടം അല്ലെ, രാജ്യത്തിന്റെ ഭരണാധികാരി ആര് എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് പോയത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം വരാൻ കാരണം? അതായത് യഥാർത്ഥത്തിൽ ജെയിംസ് രണ്ടാമന് ഒരു ആൺകുഞ്ഞ് ഇല്ല. മനസ്സിലായല്ലോ, പെൺമക്കളാണുള്ളത്, ആൺകുഞ്ഞില്ല. സോ അങ്ങനെ പാർലമെന്റ് രാജാവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ആൺകുഞ്ഞില്ലല്ലോ, സോ ഇനി ആരാണ് ഭരിക്കുക, രാജ്യം ഭരിക്കുക എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ആര് മുന്നോട്ട് വന്നത്, ഒരു പ്രൊട്ടസ്റ്റന്റ് ആയ വില്യം മുന്നോട്ട് വന്നത്. അതോടുകൂടി എന്തായി, എല്ലാവർക്കും സന്തോഷമായി അല്ലേ. അങ്ങനെ ഇത്തരത്തിൽ ജെയിംസ് രണ്ടാമന്റെ മരണത്തിന് ശേഷം
അഥവാ ഈ ഒരു രാജ്യം, ഓക്കെ, ഈ ഒരു ഇംഗ്ലണ്ടിനെ ഭരിക്കാനുള്ള അധികാരം ജെയിംസ് രണ്ടാമൻ സ്വമനസാൽ ആർക്ക് നൽകുകയാണ്? ഒരു പ്രൊട്ടസ്റ്റന്റ് ആയ വില്യത്തിന്, അല്ലെ, തന്റെ മകളുടെ ഭർത്താവായ വില്യത്തിന് ഈ രാജ്യം ഭരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? അതായത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു, അതായത് ഒരാളുടെ കയ്യിൽ നിന്നും ഭരണം മറ്റൊരാൾക്ക് കൊടുക്കുകയില്ലേ, ഇത് സമാധാനമായ ഒരു തരത്തിലാണ് ഈ ഭരണം ജെയിംസ് രണ്ടാമൻ വില്യത്തിന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. കാരണം ചോര വീഴാത്ത ഒരു ട്രാൻസിഷൻ ആണ്, അല്ലെ? സാധാരണ ഒരു ഭരണം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാകും, അല്ലെ, കുറെ പേര് മരിക്കും, ചോര കാണും, അല്ലെ? എന്നാൽ ഇത് ജെയിംസ് രണ്ടാമൻ മനസ്സറിഞ്ഞുകൊണ്ട് സ്വമേധയാൽ സമാധാനപരമായി ആർക്ക് കൈമാറിയതാണ്? വില്യത്തിന് കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ് ഈ ഒരു ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യൂണിറ്റ് അവസാനിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായോ ഒലിവർ ക്രോംവെലിന്റെയും ഈ ഓരോ ഭരണാധികാരിയുടെയും ഇമ്പോർട്ടൻസ് ഹിസ്റ്ററിയിൽ വളരെ വളരെ വലുതാണ്. ഓക്കെ, സോ ഇത്രയുള്ള യൂണിറ്റ് സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു യൂണിറ്റിൽ കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.